അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ ഒരു മക്രൂണി റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. നമുക്കെങ്ങനെ ചെയ്തെടുക്കാം നോക്കാം. അതിനാവശ്യമുള്ള സാധനങ്ങൾ: 1/2 കിലോ ചിക്കൻ, 2 സവാള, കനോല ഓയിൽ, നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. മക്രൂണി ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചത്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് മഞ്ഞൾ, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, 1 തക്കാളി, കറിവേപ്പില, പച്ചമുളക്. അടുത്തത് നമുക്ക് വേണ്ടത് ഉപ്പ്. അതിനുശേഷം നമുക്ക് ചിക്കൻ ചെറുതായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനുള്ള മസാല റെഡിയാക്കാം. അതിലേക്ക് കുറച്ച് മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് കുരുമുളക്. ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് ഒരു പാൻ വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. പാൻ ഒന്ന് ചൂടായി വന്നാൽ അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇതുപോലെ എല്ലാ പീസും ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ബാക്കിയുള്ള ചിക്കനും അതുപോലെ ചെയ്തെടുക്കുക. അതിനുശേഷം വേറൊരു പാത്രം വെച്ച് ഒന്ന് ചൂടായാൽ അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ആ ഓയിൽ തന്നെ നമുക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ച ഉള്ളിയിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ഒന്ന് വാടി വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. സവാള നന്നായി വാടിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം കറിവേപ്പില, പച്ചമുളക് അതും കൂടെ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ പച്ചമുളക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, കുറച്ചുകൂടെ സ്പൈസി ആവണമെങ്കിൽ. തക്കാളി ഇട്ടതിന് ശേഷം 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കുക. നമ്മുടെ തക്കാളി നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതിലേക്ക് പൊടികളെല്ലാം ചേർക്കാം. അതിനുശേഷം
നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടെ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് നന്നായി മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നേരത്തെ വേവിച്ച് വെച്ച മക്രോണി ഇട്ട് നന്നായി മിക്സാക്കി എടുക്കാം. ചിക്കൻ്റെ മസാലയിൽ നല്ലോണം മിക്സായി വരണം. അതുപോലെ ഒരു സ്പൂൺ വെച്ച് നന്നാക്കി മിക്സാക്കി എടുക്കുക. ശേഷം ഒന്ന് അടച്ചു വെച്ച് സിമ്മിൽ 10 മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് മിക്സാക്കി ചെയ്യുക. ഒന്നുകൂടെ അടച്ചു വെച്ച് ഒരു 5 മിനിറ്റിന് ശേഷം തുറന്ന് നമുക്ക് കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മക്രോണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക, കമൻസിൽ അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.